മുനമ്പത്ത് കിടപ്പാടത്തിനായി സമരം ചെയ്യുന്ന നിരവധി ആളുകളുടെ വാർത്ത ഞങ്ങൾ ലോകത്തോട് പറഞ്ഞു. ഇവിടെയും അതിനോട് ഉപമിക്കാവുന്ന മറ്റൊരു സമരം നടക്കുന്നുണ്ട് ഈ കൊച്ചിയുടെ ഹൃദയഭാഗത്ത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് കേരള കൗമുദിയുടെ കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ ടി കെ സുനിൽകുമാറാണ്. വഖഫ് നിയമത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 614 കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ മുനമ്പ് ഭൂമിയുടെ ആധാരമായ അബ്ദുൾ സത്താർ മൂസ ഹാജി സെറ്റ് എന്ന് പറയുന്ന ആളുടെ ഏറ്റവും അതേ രക്തത്തിൽ വരുന്ന അതേ തലമുറയിലെ 4ാം തലമുറയിലെ ഷംസാദ് ഹുസൈൻ സേട്ട് എന്നുള്ള ഒരു വീട്ടമ്മ ഈ പിറന്ന മണ്ണിൽ നിന്ന് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഗന്ധമുറങ്ങുന്ന മണ്ണിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വഖഫ് ബോർഡിനോട് നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള കഥകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കുന്നത്. ഈ കാണുന്നത് പ്രൗഢം എങ്കിലും പഴമയുടെ എല്ലാ പരിക്കുകളുമുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് ഷംഷാദും സഹോദരനും താമസിക്കുന്നത്. മോഹൻലാൽ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം വിയറ്റ്നാം കോളനിയിലെ മൂസ സേട്ടുവിനെ ഓർമ്മയില്ലേ? അതുപോലൊരാൾ പണ്ട് കൊച്ചിയിൽ ജീവിച്ചിരുന്നു. അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ട്. അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് വിയറ്റ്നാം കോളനിയിൽ പറയുന്നത് എന്നാണ് നമുക്കറിയാവുന്നത്. ഒരു കാലത്ത് 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്ന സേട്ടിന്റെ കൊച്ചുമക്കൾ, അതായത് മകളുടെ മകന്റെ മക്കളായ ഷംഷാദും സഹോദരനും ഇപ്പോൾ പിറന്ന മണ്ണിനായുള്ള പോരാട്ടത്തിലാണ്. ആകെയുള്ള കിടപ്പാടത്തിൽ നിന്നും ഇവരോട് കുടിയിറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വഖഫ് ബോർഡ്. കൊച്ചിയിലെ പുല്ലേപ്പടിയിലെ കണ്ണായ സ്ഥലത്തുള്ള സ്വന്തം വീടിനായുള്ള പോരാട്ടത്തിലാണ് 68-കാരിയായ ഷംഷാദ്. ഈ മണ്ണ് എൻ്റെ ഉപ്പ അബ്ദുൾ സത്താർ ഹാജി മൂസാൻ്റെയാണ്. ഈ മണ്ണിൻ്റെ മണം ഞങ്ങൾ ശ്വസിച്ചിട്ടുള്ളതാണ്. ഈ മണ്ണിലിരിക്കുന്ന കെട്ടിടം ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ അള്ളാഹുവിനോട് ദുആ. ഈ മണ്ണിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണ ഈ മണ്ണ് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല. ഞങ്ങൾക്ക് സത്യവും നീതിയും കിട്ടണം. ഒക്കെ ബോർഡ് മന്ത്രി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഒക്കെ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും ചെയർമാനും ഈ മണ്ണ് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ 24 സെൻറ്റ് സ്ഥലമുണ്ട്, അത് ഞങ്ങൾക്ക് വിട്ടു തരണം.